ഇടിയപ്പം തായ്ലാൻഡിലൊരു ഫേവറേറ്റ് സ്പോട്ടാണ് എൻ്റെ. ഹലോ, നമ്മൾ കേരളത്തിലെ ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ചാലോ, അതും തായ്ലാൻഡിൽ എങ്ങനെയുണ്ടാവും? അങ്ങനെ ഒരു ഹോട്ടൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. അപ്പോൾ ഹോട്ടലിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര തിരക്കാണ് ഇവിടെ, ക്യൂ ഒക്കെ വെച്ചിരുന്ന ആൾക്കാർ കയറണത്. ഹോട്ടൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ഹോട്ടലാണ്. ഇതാണ് ഹോട്ടൽ. ഹോട്ടലിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിരിക്കുന്ന ഒരു ഹോട്ടലാണ്. അതായത് പണ്ട് കാലത്ത് ഇവിടെ ആളുകൾ ഇത് ഇങ്ങനെ ഫുഡ് കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. ഏത് പഴയ കാർന്നവന്മാരൊക്കെ ഇല്ലേ നമ്മൾക്ക്, അതുപോലെ ഇവിടെ തായ്ലാൻഡിലെ ആളുകൾ ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കും ഈ കൊട്ടയിലൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഈ പുള്ളിക്കാരത്തിയാണ് അത് ചെയ്തിരുന്നത്. പുള്ളിക്കാരത്തി മരിച്ചുപോയി. അപ്പോൾ അവരുടെ മക്കളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോട്ടൽ ഇതാണ്. ആ ഹോട്ടൽ പുള്ളിക്കാരത്തിയുടെ ഫോട്ടോ ആണ്, പ്രായമായിട്ടുള്ള ഫോട്ടോ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോട്ടലിലേക്ക് കയറാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. സംഭവം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണിത്. അപ്പോൾ ഹോട്ടലിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ ഇന്ന് കാണിക്കാം. ഹോട്ടലിലെ തിരക്കാണ്ട, ഇത്രയും തിരക്കാണ് ഹോട്ടലിൽ. ഒരുപാട് ആളുകളുണ്ട് ഹോട്ടലിൽ, ഇഷ്ടംപോലെ ആളുകൾ വന്നിരിക്കുന്നു. ഈ ഹോട്ടലിൽ അങ്ങനെ അധികം ആളുകൾക്ക് അറിയില്ല. അതായത് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ആളുകൾക്കൊന്നും അറിയില്ല. ഇത് കുറച്ച് ഉള്ളിലേക്കാണ് ഈ ഹോട്ടൽസ്. ഇതുപോലെ കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളെ നാട്ടിലെ പോലെ കറികളാണ്. ഇങ്ങനത്തെ കറികൾ ഈ ഒരു ഹോട്ടലിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഏത് നമ്മളെ മസാല കറികൾ പോലത്തെ കറികൾ വേറെ ഹോട്ടൽസിൽ ഞാൻ കണ്ടിട്ടില്ല. തായ് റെസ്റ്റോറൻറ്റ്സിൽ ഈ പുള്ളിക്കാരത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ വന്ന് കഴിച്ചിരിക്കുന്ന വ്ളോഗേഴ്സ്, ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചൂടാണ്. ചൂട് നമ്മളെ കേരളത്തിനെല്ലാം കൂടുതൽ ചൂടാണ്. കേരളത്തിൽ ഇന്നലെ 35ആയിരുന്നു, ഇവിടെ 36. ഒരുപാട് ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. നല്ല ചൂടാണ്. ഓർഡർ ചെയ്യാനായിട്ട് ഒരു QR കോഡ് ഉണ്ട്. QR കോഡ് വഴിയാണ് ഓർഡർ ചെയ്യുന്നത്. നേരത്തെ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ആൾ വന്നിട്ട് എടുക്കുകയാണ് ചെയ്തിരുന്നത്. ആൾ വന്ന് ഓർഡർ എടുക്കും. പക്ഷെ ഇപ്പോൾ QR കോഡാക്കി. കാരണം ഒരു തിരക്കിലാണ്. QR കോഡ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ അതൊരു സൈറ്റ് വരും. ഇങ്ങനെ ഇടിയപ്പം മുട്ടക്കറി 80 ബാത്താണ്. 80 ബാത്ത് എന്ന് പറയുമ്പോൾ അറൗണ്ട് 170 രൂപ. 170 രൂപയാണ്. ക്രാബ് കറിയാണ്. അത് സെയിം നമ്മളുടെ എഗ് കറിയില്ല, അത് മുട്ടക്കറി ഇല്ല, നമ്മളെ വീട്ടിലൊക്കെ വെക്കണം. അതുപോലത്തെ സെയിം ഗ്രേവി. അതിൽ നമ്മളെ ഞണ്ടിൻ്റെ മീറ്റ്, പിന്നെ ഇടിയപ്പം. സാധനം ഇപ്പോൾ വരും. റെക്കോർഡാണോ നോക്കട്ടെ. ആ, റെക്കോർഡാണ്. ഇടിയപ്പം തായ്ലാൻഡിലാരും ഇടിയപ്പം കിട്ടില്ലെന്ന് പറയുന്നത്. ഇടിയപ്പം കിട്ടും. നമ്മളെ ഒരു പാസഞ്ചർ വിളിക്കാണ്. ഹലോ, ആ എന്ത് ഞാൻ ബാലസാ മുട്ടക്കറി ഇല്ല. അതെ, എന്താണെന്ന് നോക്കി. ക്രാബ് കറി, ക്രാബിൻ്റെ മീറ്റാണ് ഈ കാണുന്നത്. ക്രാബ് മീറ്റ്. ഇതിൽ മിക്സ് ചെയ്യാനായിട്ട്, ഇത് രണ്ടും കൂടി അല്ല, ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. കുറച്ച് ഐറ്റംസ് ഉണ്ട്.
ഇവിടെ ഇവരുടെ സാലഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോന്ന് പാവക്ക, അച്ചിങ്ങ, ഓരോന്ന് ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്യാബേജ് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുക്കാം. ഇത് ഇവിടെ നിന്ന് ഫുഡ് വാങ്ങുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഫ്രീ ആണത്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും. എത്തിപ്പോയി സാധനങ്ങൾ എത്തിപ്പോയി. ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ചെറുപയർ മുളപ്പിച്ചത് ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഹെർബ് പോലത്തെ ഒരു ഐറ്റമാണ്, നമ്മളുടെ മിൻ്റൊക്കെ പോലത്തെ ഫെനൽ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് നമ്മളുടെ പാവക്ക, പച്ചപ്പാവക്ക. ഇത് കുക്കുംബർ, ഇത് അച്ചിങ്ങ. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യണം ഇതിൽ. ഫസ്റ്റ് ഇടിയപ്പൂട്ട്, ഇടിയപ്പത്തിൽ നമ്മൾ ഇടാൻ പോകുന്നത് ക്രാബ് കറി. ഇടിയപ്പം, ക്രാബ് കറി, ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിൽ നമ്മൾ ചെറുപയർ അങ്ങനെ വെറുതെ അങ്ങോട്ട് ഇട്ടോളം ഇല്ലട്ടാ. ഇതെല്ലാം നല്ലതാണ്, ഹെൽത്തി ഫുഡാണ്. നമ്മളുടെ അച്ചിങ്ങ. പിന്നെ ഇത് അധികം ഞാൻ ഇടുന്നില്ല, കുറച്ചിടണുള്ളൂ. പിന്നെ കുക്കുംബർ, ഇത് പാവക്ക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇപ്പോൾ ക്രാബ് ഇതിൽ മീറ്റ് ഉണ്ട്. ഇനി കണ്ടില്ലേ, ക്രാബ് മീറ്റ് ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ക്രാബ് മീറ്റ് കുറച്ചും കൂടി ഇട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാണാൻ നല്ലതാണ്, കഴിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന്. മിക്സ് ചെയ്യാൻ നല്ലോണം. കണ്ടില്ലേ, പാവക്ക, അച്ചിങ്ങ, ചെറുപയർ മുളപ്പിച്ചത്, ഹെർബ്സ്, എല്ലാ സാധനവും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യാം. നമ്മളുടെ ഞണ്ട് കറിയില്ലേ, വീട്ടിലൊക്കെ ഞണ്ട് കറിയും ഇടിയപ്പം കൂടിയും കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? സെയിം ടേസ്റ്റ്. അതിൽ കുറച്ച് വെജിറ്റബിൾസ് കിട്ടാൻ എങ്ങനെ ഇരിക്കും? സെയിം, ഒരു വ്യത്യാസമില്ല. പിന്നെ മീറ്റ് നല്ലോണം ഉണ്ട്. ക്രാബിൻ്റെ മീറ്റ് നല്ല പോലെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് സ്പൈസിയാണ്. പാവക്ക, ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വീറ്റ്സാണ് എല്ലാവരും. ഇതെല്ലാം സ്വീറ്റ്സാണ്, നമ്മളുടെ തായ്ലാൻഡിലെ മെയിൻ സ്വീറ്റ്സാണ് ഇതെല്ലാം. ചിപ്സ്, നമ്മളെ നാട്ടിൽ കിട്ടണ കായ വറുത്തതില്ലേ, അതിവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്വീറ്റ്സ് ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ സ്വീറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കോക്കനട്ട് വാട്ടർ, നമ്മളുടെ കരിക്കില്ലേ, കരിക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയുള്ള ഒരു ഡ്രിങ്കാണിത്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റാണ് തായ്ലാൻഡിലെ. നല്ല ടേസ്റ്റാണ്. I need this one. How much? 55. Okay. I will do scan for you.
അതൊരു 6 പീസ് ഉണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. അത് നല്ല ടേസ്റ്റാണ് ഈ ഫുഡ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഹോട്ടലിൻ്റെ ഔട്ട്ലുക്ക് ജസ്റ്റ് അതൊന്നും കൂടി കാണിച്ചു തരാം. നോക്കി, ഇതാണ് ഞാൻ പറഞ്ഞ സ്വീറ്റ്സ് തായ്ലാൻഡിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്വീറ്റാണത്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ എഗ്ഗാണ്. എഗ്ഗും പിന്നെ ഒരു ബീനും കൂടിയും വെച്ചിട്ടുള്ളൊരു ടൈപ്പാണ്. കണ്ടില്ലേ? ഇത് ഓയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രൈ ചെയ്താക്കുന്ന അങ്ങനെയൊന്നുള്ള ഐറ്റം അല്ല കേട്ടോ. ഇത് ബേക്ക് ചെയ്തിരിക്കുന്നതാണ് കാര്യം. ഇതിവിടുത്തെ ലോക്കലി, അതായത് പണ്ട് മുതലേ ഉള്ളൊരു സ്വീറ്റാണ് ഇവിടുത്തെ. കണ്ടില്ലേ? ഓക്കെ, ഒരു ചെറിയ ബണ്ണ് പോലെ. എന്നാലും ഒരുപാട് മധുരമൊന്നുമില്ല കേട്ടോ. ഒരുപാട് മധുരമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉള്ളൊരു ബീനുണ്ട്. ബീനും പിന്നെ എഗ്ഗും കൂടിയും വെച്ചിട്ടുള്ളതാണ്. ഈ ബീൻ കുറച്ച് സ്വീറ്റാണ്, പക്ഷെ ഒരുപാടില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനൊരു ഐറ്റം എനിക്ക് വേറെ എവിടെയും ഒരു പ്ലേസിൽ പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് വേറൊരു കൺട്രിയിൽ പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വീറ്റ്സ് കിട്ടിയിട്ടില്ല. അത്രയും ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും വരുമ്പോൾ മേടിക്കണം കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും, എല്ലാ റോഡ് സൈഡിലും എല്ലായിടത്തും ഉണ്ട്. എല്ലാം എന്താ പറയുക, ഒരു ഹോം മെയ്ഡ് പോലെ എല്ലാവരും മേക്ക് ചെയ്യുന്നൊരു ഐറ്റമാണ്. നമ്മളെ നാട്ടിലെയും ഉണ്ണിയപ്പോക്കില്ലേ, ആ ടേസ്റ്റ് അല്ല, അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. ഇവിടുത്തെ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണ ഒരു സ്വീറ്റാണ് തായ്ലാൻഡിൽ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, വലിയ പൈസ ഒന്നുമില്ല. 55 ഭാഗത്തുള്ളൂ. അതായത് 130 രൂപ റേറ്റൊക്കെ വരുള്ളൂ. 6 പീസ് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും തായ്ലാൻഡ് വന്ന ആൾക്കാരെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്വീറ്റ്സിൻ്റെ പേര് കനോംപിയ എന്നാണ്. കനോംപിയ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരുന്നെങ്കിൽ എല്ലാ ഷോപ്പുകളിലൊക്കെ ജസ്റ്റ് ചോദിച്ചിരുന്നെങ്കിൽ പറയും കനോംപിയ. ഓക്കെ, കനോംപിയ മേടിക്കാനായിട്ട് ആരും മറക്കരുത്. എന്താ പേരല്ലേ, കനോംപിയ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.